ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ കട്ടൻ കാപ്പിയൊക്കെ എടുക്കുന്നതിൻ്റെ തിരക്കൊക്കെയാണ്. രാവിലെ കാപ്പിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെച്ച വെള്ളം ഇച്ചിരി കൂടിപ്പോയി കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് ചൂടുവെള്ളം എടുത്തൊക്കെ മാറ്റി. രാവിലെ ഞാൻ കട്ടൻ കാപ്പി കൂടി തീരെ കുറവാണേ. അങ്ങനെ എനിക്ക് പതിവൊന്നുമില്ല. നേരത്തെ ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു. ഇപ്പോൾ എനിക്ക് കട്ടൻ കാപ്പിയോട് എന്നാണ് ഒരു ഇഷ്ടക്കുറവ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് ഒരു ഇച്ചിരി ചൂടുവെള്ളം മാറ്റി വെച്ച് ബാക്കി അവർക്ക് മാത്രമായിട്ടുള്ള കാപ്പി എടുക്കുകയാണ്. ഒത്തിരി കാപ്പി എടുത്ത് വെച്ചാൽ പിന്നെ അത് വേസ്റ്റ്. നേരത്തെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരു ലോഡ് കാപ്പി ഞാൻ കുടിക്കുമായിരുന്നു കേട്ടോ. അവിടെ മിച്ചിരിക്കുന്ന മൊത്തം എടുത്ത് കുടിക്കുമായിരുന്നു. ഇപ്പം എന്നതും കാപ്പിയോടൊക്കെ ഒരു ഇഷ്ടക്കേടാണ്. ഇഷ്ടക്കേടെന്ന് വെച്ചാൽ കുടിക്കും, അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. കാപ്പിയൊക്കെ എടുത്ത് കൊടുക്കട്ടെ. കാപ്പി എടുത്ത് കൊടുത്തില്ല. കടലയും കൂടെ ഒന്ന് അടുപ്പിലോട്ട് വെച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വാഴയില എടുക്കാനായിട്ട്, ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട്. അതാകുമ്പോൾ പെട്ടെന്ന് എടുക്കാം. മുരിങ്ങയുടെ ഇലയും വെക്കുമായിരുന്നു കേട്ടോ. പക്ഷേ മുരിങ്ങയില അത് ഇല്ലെന്ന് തോന്നിപ്പോൾ. ഇല്ല. ഇത് മതി. വാഴയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. ഇച്ചിരി ഒന്ന് താത്ത് വെച്ചോട്ടെ. ഞാൻ മുരിങ്ങയില എന്ന് പറഞ്ഞാൽ മുരിക്കല കേട്ടോ. മുരിങ്ങയിലയല്ല, മുരിക്കല. മുരിക്കലക്കകത്ത് ഉണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. അല്ല, ശരിക്കും പാടിയില്ലായിരുന്നു. മറ്റേ മുരിങ്ങയിലാണെങ്കിൽ നമുക്ക് ഒരു പാടില്ല കേട്ടോ, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. മുരിക്കിൻ്റെ ഇല, മുരിങ്ങയുടെ ഇല, മുരിക്കിൻ്റെ ഇല, അതൊരു ചൂടടിക്കുമ്പോഴേ അതിൻ്റെ ഇല പെട്ടെന്ന് അതിനകത്തേക്കാണ് താഴെ. ഭയങ്കര ടേസ്റ്റും കേട്ടോ. കണ്ണൻ ഇന്ന് സ്കൂളിൽ ഫുഡ് കൊണ്ടുപോകണ്ട. അവർക്ക് എന്നതോ പരിപാടിയോ അവിടുന്ന് ഫുഡോ വേറെ കണ്ടവരെ കൊണ്ടുപോകുമോ അങ്ങനെയൊക്കെ. അവിടെ രാവിലെ മാത്രം കഴിക്കാൻ കൊടുത്തു വിട്ടാൽ മതി. എനിക്ക് വയ്യ, ദേഷ്യം എന്നിട്ടാൽ എന്നെ എല്ലാം ധൃതി വെച്ച് ചെയ്യുമ്പോണ്ടല്ലോ ഇതാണ് അവസ്ഥ. ആ ഇലയും കീറിപ്പോയി, പന്നേല. ഞാൻ പോയി ഇച്ചിരിയുടെ ഇല എടുത്തുകൊണ്ട് വരട്ടെ. ഞാൻ പിന്നെയും പോയി ഇലയെല്ലാം എടുത്തുകൊണ്ട് വന്ന് ഇഡ്ഡലി എല്ലാം സെറ്റാക്കി കേട്ടോ. ഇനി ഇത് കണ്ണന് കഴിക്കാനായിട്ട് സമയമായി, അതിന് കൊടുക്കാനായിട്ട് എടുക്കട്ടെ. നല്ല ചൂടാണ്.
എടുത്തോ? ഏ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. മതി. ഇഡ്ഡലി അല്ലേ തന്നെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. അതിപ്പോൾ എല്ലാവർക്കും അറിയാൻ അറിയാമല്ലേ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന കാര്യം. നമ്മുടെ ചൂടോടുകൂടി തന്നെ അത് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇനി വഴലില്ല കേട്ടോ, ഇനി ഞാൻ അല്ലാതെ ഉണ്ടാക്കുന്നത്. കണ്ണനും ഉണ്ടാകാൻ വേണ്ടി പെട്ടെന്ന് ഒക്കെ അവന് കഴിക്കാൻ വേണ്ടി പെട്ടെന്ന് ഒന്ന് എടുത്തതാണ്. പക്ഷെ വാഴയുടെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേകത. ഇനി ഞാൻ മാവ് ഒഴിക്കുന്നത് അല്ലാതെ തന്നെ കേട്ടോ. വെച്ചാൽ ഈ ഒരു ഇതും കൂടെ ഉണ്ടാക്കാനായിട്ടുള്ള മാവേ ഇരിപ്പുള്ളൂ, അതുകൊണ്ടാണ്. ദോശയൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മാവാണ്. കഴിഞ്ഞ ദിവസം ദോശയൊക്കെ അല്ലായിരുന്നോ. ഇനി നാളത്തേക്ക് ഇനി വേറെ എന്തെങ്കിലും മാറ്റി എടുക്കണം. കാര്യം കുറേ ദിവസം ഈ ദോശയും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഈ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്നവരെ എടുക്കാതിരുന്നു വെച്ചാൽ ഇന്നിപ്പോൾ നമ്മൾ ഗ്യാസിലാണ് വെച്ചേക്കുന്നത്. മറ്റേ നമ്മൾ അടുപ്പിലല്ലേ എപ്പോഴും വെക്കുന്നത്. അടുപ്പിൽ വെക്കുമ്പോഴത്തേക്കും നമുക്ക് ആ തട്ടങ്ങോട്ട് മാറ്റി ഒരു ഇച്ചിരി ചൂടാറിയതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നത്. പക്ഷേങ്കിൽ ഗ്യാസിൽ അത് പറ്റത്തില്ല. ഗ്യാസ് അത്രയും നേരം കത്തി നിൽക്കുമല്ലേ. അതുകൊണ്ട് ഞാൻ ഇലക്കകത്ത് ആദ്യം എടുത്തപ്പോൾ ഇലക്കകത്ത് എടുത്തത് കൊണ്ട് ഇലക്കകത്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റി. അടുത്ത ഉടനെ തന്നെ തട്ടിനകത്ത് ഒഴിച്ച് വെക്കാൻ പറ്റി. ഇനി ഒരു ട്രിപ്പും കൂടെ ഉണ്ടാക്കാനായിട്ട് ഉള്ള മാവേ ഉള്ളൂ. അപ്പോൾ അതും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി കടലക്കറിയും കൂടെ വെക്കണം. കടല വെന്തിരിക്കുവാണ്. ഇനി എല്ലാം ഒന്ന് ചെയ്താൽ മതി. രാവിലെ ഭയങ്കര ചൂട്. ഇനി ഉച്ചക്കത്തേക്ക് ഇന്ന് കറി എന്നതാ വെക്കേണ്ടതെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. മീൻ മേടിക്കുന്ന എന്നാന്ന് ഒക്കെ നോക്കിയിട്ടേ ഉള്ളൂ കറിയൊക്കെ വെക്കുന്നതിനെ പറ്റിയൊക്കെ ചെയ്യുന്നത്. കടലയ്ക്ക് തേങ്ങയും ചുവന്നുള്ളിയും പിന്നെ പച്ചമുളകും കൂടി ഇതിനകത്തോട്ട് ഇടുവേ. ഇത്രയും വഴറ്റാനായിട്ട് കുറച്ച് കടല അതിൽ നിന്ന് അരയ്ക്കാനായിട്ട് എടുക്കണം. എന്നിട്ട് തേങ്ങയുടെ കൂടെ അത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. കടലക്കറി വെക്കാനായിട്ടാണ്. തേങ്ങയും ഉള്ളിയും മുളകും എല്ലാം വഴറ്റി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് തന്നെ വെജിറ്റബിൾ മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. വെജിറ്റബിൾ മസാലപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ശകലം മുളക് പൊടിയും കൂടെ. ഇതിലിട്ട് നല്ലോണം വഴറ്റി എന്നിട്ട് ഇതിലേക്ക് കടല ഇറക്കുക. ഉപ്പിട്ടാണ് കടല വേവിച്ചത്. അതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഒന്നും കൂടെ നോക്കിയാൽ മതി. ഉപ്പ് വേണമെങ്കിൽ അന്നേരം ചേർത്താൽ മതി.
കടല കുറച്ച് ഞാൻ മാറ്റി വെച്ചാണ് വേവിച്ചതിനകത്തുനിന്ന്. ഇനി തേങ്ങയും കൂടെ ചിരണ്ടി ഇത് അരച്ചുകൊണ്ട് വരട്ടെ. ചൂടെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ ഒരു രക്ഷയില്ല കേട്ടോ. എന്നെ നനഞ്ഞു കുളിച്ചു, അതുപോലെ ചൂടാ. ഭയങ്കര ആവി. ഞാനിതൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ. തേങ്ങയും എല്ലാം അരച്ച് ചേർത്ത് കേട്ടോ. ഞാൻ ചേർത്തതൊക്കെ എടുക്കാൻ മറന്നു. പിന്നെ എപ്പോഴും നമ്മുടെ വീഡിയോയിലൊക്കെ അതൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒത്തിരി സത്യം പറഞ്ഞാൽ മറന്നുപോയി. അതുകൊണ്ടാണ് കാരണം. തേങ്ങയും കടലയും കൂടെ അരച്ച് ചേർത്ത് ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ ഒന്ന് കുറുക്കാൻ വരും. കുഞ്ഞുണ്ട് അതുകൊണ്ട് ഈ കമ്പയിൽ അപ്പുറത്തുനിന്ന് അവിടെ ഇഷ്ടം പോലെ നീറും കൂടെ ഉണ്ട്. ഇന്നലെ ഉണ്ട് കേട്ടോ, ഇതിനകത്തുണ്ട്. ഒന്ന് കയറി കിട്ടാമെങ്കിൽ നല്ലതാണ്. ചോനലിൻ്റെ ശല്യവും കുറയായിരുന്നു. ഉണങ്ങിപ്പോകുന്നേ പ്ലാവത. അതൊക്കെ പറിച്ചെടുക്കാം. ബോൺബിൽ കണ്ടോ, മറ്റേത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര രസമായിരുന്നേനെ. എനിക്ക് പൂന്നി ഞാൻ ഈ കണ്ണോട് പറഞ്ഞ ഈ ചെടി എടുത്തേണ്ട അങ്ങോട്ട് വെക്കാനായിട്ട്. അവിടെ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയല്ലേ. ഇവിടെ ഇങ്ങനെ ഒതുക്കി വെക്കുമ്പോഴത്തേക്ക് ആർക്കും കാണാൻ പറ്റത്തില്ല. പതിയെ പതിയെ ഞാൻ പറിക്കാം. അതിൻ്റെ മണ്ണ് മൊത്തം അവിടെ ഇടല്ലേ. തന്നെ കിളുത്ത് വന്ന പച്ചച്ചീര ഒന്നും നട്ടൊന്നുമല്ല. ഇതിൻ്റെ വേറെ ഉറച്ച് നിൽക്കുക. പാടാ വരാണ്ട്. അതിന് പിടിക്കുന്നതിൻ്റെ അല്ല കുഴപ്പം, അത് മൊത്തം മണ്ണ് മുഴുവൻ നിലത്തോട്ടിടും. അതാണ് കുഴപ്പം. കുറേ നിൽക്കുന്ന ഇവിടെ അങ്ങ് പറിക്കും. ബാ വീഡിയോ പറിച്ച് മൊത്തം പറിച്ചു, ഒന്നും നിർത്തണ്ട. എല്ലാം പൂത്ത് തുടങ്ങും. ഒരു സൈഡിൽ നിന്ന് മുഴുവൻ പറിച്ചു. എൻ്റെ കാലൊന്ന് ശരിയായിട്ട് നല്ല വൃത്തിക്ക് നടാം. എന്നാലും ആ ജൈവവളം എടുത്ത് കളഞ്ഞൊരു ഭയങ്കരമായി പോയി കേട്ടോ. ഈ അച്ചുമായിരിക്കും. എന്നിട്ട് അവൾ പറയാം അവൾ ഓർക്കുന്നില്ലെന്ന്. ആ വളം ഇട്ട് കൊടുത്തപ്പോഴായിരുന്നു ഈ ചീര നല്ലപോലെ ആർത്തി കിളുത്ത് വന്നത്. ഇവിടെ ഉണ്ട് പറിക്കാനായിട്ട്. ഇവിടെ നിൽക്കുന്നേം പറിച്ചു തരും. ഇന്നലെ ഞാൻ കാബേജിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. കാബേജ് ഇത് നമ്മുടെ സാധാരണ കാബേജ് തന്നെയാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ കാബേജ് തന്നെയാണ്. അപ്പം ആരായിരുന്നു ശ്രീദേവി ചേച്ചി ചോദിച്ചത്, ഇത് ഇലയാണോ തോരൻ വെക്കുന്നതെന്ന്. ഇല തോരൻ വെക്കുന്നവരെല്ലാം പറഞ്ഞ് ഇത് കണ്ടോ, ഇങ്ങനെ നമ്മളൊന്ന് കെട്ടി കൊടുക്കാമെങ്കിൽ പെട്ടെന്ന് ഇത് സെറ്റായി വരും. അല്ലെങ്കിൽ ഇങ്ങനെ വിടർന്ന് നിൽക്കും. ആകും കുറേ താമസം എടുക്കും. ഇതായി വരാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കാമെങ്കിൽ എളുപ്പം. അപ്പോൾ ഞാൻ ഒരെണ്ണത്തിൻ്റെ മാത്രമേ ഇപ്പോൾ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഇതിൻ്റെ അങ്ങനെ ചെയ്ത് കൊടുത്താൽ സെറ്റാകുന്ന അവിടെ നിൽക്കുന്നതിൻ്റെയൊക്കെ അതെല്ലാം ഇനി ഒന്ന് ചെയ്യണം. അതായത് പെട്ടെന്ന് ഇതായി വരും. അതാണ് പറഞ്ഞത്. അല്ലാതെ ഞാൻ കാബേജ് ഇല പറിച്ച് തോരൻ വെക്കുന്നവരെയല്ല പറഞ്ഞു. പിന്നെ വളമൊക്കെ ഇടാറായിട്ടൊക്കെ വരുന്നു. എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണം. പയറിരിക്കുന്ന അങ്ങ് മെഴുക്കോട്ടി വെക്കട്ടെ. പയറിരിക്കുന്ന മെഴുക്കോട്ടി വെക്കാം. ചീരയില തോരൻ വെക്കാം. ഇതെല്ലാം പച്ചമുളകും കൂടെ പറിക്കണം. ഈ പച്ചമുളക് ഇത് തന്നെയാണ് ഈ വാടുന്നതെന്ന് എനിക്ക് മനസ്സിലാകട്ടെ. എല്ലാം വാടിപ്പോവുക. കടലക്കറി നല്ലപോലെ ഇതുണ്ട്. ഇത്രയും കുറുകി കടല അരച്ച് ചേർത്ത് ഇച്ചിരി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ കുറുകി കിട്ടും കടലക്കറി. ഇനി ഇഡ്ഡലി കടലക്കറിയൊക്കെ ഞങ്ങൾ കഴിക്കാനായിട്ട് തുടങ്ങാം. പയറ് മെഴുകുവരട്ടികളെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ചീര കഴുകിയെടുത്ത് വെച്ചേക്കുന്നു, അതിനി അരിയണം. പിന്നെ മത്തി വെട്ടിയാണ് കൊണ്ടുവന്നേക്കുന്നത്, അതൊന്ന് കഴുകിയെടുത്തൊന്ന് വറുത്താൽ മതി. മുളകെല്ലാം ഒന്ന് വരട്ടി വറുത്താൽ മതി. അതിൽ നിന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് ഇച്ചിരി കഴിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. എന്നാ ചൂടാന്നേ, ഭയങ്കര ചൂട്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കാണാനുണ്ട് കേട്ടോ. നമ്മുടെ വിജി എവിടെയാണെന്ന് അറിയത്തില്ല. കുറച്ച് ദിവസമായി വിജിയുടെ കമൻറ്റൊക്കെ കണ്ടിട്ട് എന്നാ പറ്റി എവിടെ. പിന്നെ ദേവൂട്ടി ഇടയ്ക്ക് മെസ്സേജ് ഇട്ടായിരുന്നു, റെസ്റ്റ് ആയതുകൊണ്ടാണെന്ന് വിചാരിക്കുന്നു. ഒന്നും കാണാത്ത. ഇപ്പം എങ്ങനെയുണ്ട്, സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു, കുഴപ്പമൊന്നും ഇല്ലല്ലോ. പിന്നെ ആരാ നമ്മുടെ
ശിവാനിയെ കാണുന്നില്ല. ഷീജ ഷീജ ശിവ ഈ ശിവാനി എന്നുള്ള പേരെ വായി വരുത്തുള്ളത്. ശിവാനി ഇപ്പം കണ്ടിട്ട് കുറച്ച് ദിവസമായിരുന്നു. അങ്ങനെ കുറേ പേരെ കണ്ട്. പിന്നെ നമ്മുടെ രഞ്ജിനി കൊച്ച് മെസ്സേജൊക്കെ ഇടുന്നുണ്ട്. എല്ലാവരും സന്തോഷമായിട്ടൊക്കെ വിചാരിക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് ഒരാളുടെ കാര്യമല്ല, സന്തോഷ് PK ചേട്ടൻ്റെ വീട്ടിൽ അമ്മയ്ക്കും പെങ്ങൾക്കും സുഖമല്ലേ? അവരൊക്കെ ഉണ്ടോ അവിടെ തന്നെ? അത്രേ എനിക്ക് ചോദിക്കാനുള്ളൂ. കമൻറ്റ് ഞാൻ കണ്ടു. അമ്മയ്ക്കും പെങ്ങൾക്കും സുഖമാണോ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ കേട്ടോ. അതേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ പറഞ്ഞപ്പോൾ മനസ്സിലായി കാണുമല്ലോ. പിന്നെ അച്ഛനും സുഖമാണോ എന്ന് ഞാൻ ചോദിച്ചേക്കുന്നു കേട്ടോ. അതുകൊണ്ട് ഈ മാതിരി വേഷം കെട്ടൽ കൊണ്ട് വരാൻ നിൽക്കരുത് കേട്ടോ. പിന്നെ നീയൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ടൈപ്പാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് മോനങ്ങ് മാറി ഇരുന്നുള്ളൂ, ഇങ്ങോട്ട് ഇറക്കണ്ട വിളച്ചിരുന്നു. പിന്നെ ഇനിയിപ്പം ചോറ് കുക്കറി വെച്ചു, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. കാലിൽ വേദനയൊക്കെ കുറവുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും കുറച്ചും കൂടെയൊക്കെ ശ്രദ്ധിക്കണം. കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ അച്ഛൻ ഉച്ചവരേ ഉള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് അവധിയാണ്. നമുക്ക് ഇനി എക്സാം തുടങ്ങുമ്പോൾ എനിക്ക് വയ്യുന്നേ അച്ഛനേക്കാൾ ടെൻഷനായി. എനിക്ക് അറിയത്തില്ല. അച്ഛന് എക്സാം 1-ാം തീയതി അത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്കങ്ങ് വെപ്രാളമാണ്. എൻ്റെ മാതാവെ കാത്തുകൊള്ളണേന്നേ പ്രാർത്ഥിക്കുന്നത്. പിന്നെ എന്നായിരുന്നു പറയാനൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചാൽ എല്ലാം മറന്നു. അപ്പം നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് വെക്കട്ടെ. എല്ലാം ഒന്ന് വെച്ചേച്ച് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ അച്ചിങ്ങ മെഴുക്കുവരട്ടി, പിന്നെ അത് കടയിൽ നിന്ന് മേടിച്ച കുറേ ദിവസം അത് ഇന്ന് മെഴുക്കുവരട്ടി വെച്ച് തീർക്കണം, ഇല്ലെങ്കിൽ അതടിക്കും. പിന്നെ ചീരയില തോരനും, പിന്നെ ഒരു ശകലം തീയൽ ഇച്ചിരിയും കൂടി ഇരിപ്പുണ്ട്. ആ തീയിൽ ഇന്ന് ജയിച്ചിച്ച് പറഞ്ഞില്ലേ, കൂർക്കം വലിച്ച തീയലാണ്. അതൊന്ന് ഉണർത്തിയെടുക്കണം, അതേ ഉള്ളൂ. പിന്നെ മീൻ കൂടെ വറുത്തത്. മീൻ വറുത്തതുകൊണ്ട് പിന്നെ ഇവിടെ വേറെ ആർക്കും പ്രത്യേകിച്ച് അങ്ങനെ കറികളൊന്നും ഒരുപാട് വേണമെന്നില്ല. അപ്പം അതെല്ലാം ഒന്ന് ചെയ്യണം. അച്ചു ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് അച്ചു വരും. അച്ചു കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പണിയൊക്കെ പെട്ടെന്ന് ചടപടേ നടക്കും. പിന്നെ എന്നതാ പറയാനുള്ളൂ. വീടിനൊക്കെ സമയം മാറ്റിയിട്ടൊന്നും ശരിയാകുന്നില്ലെന്ന് എനിക്കറിയാൻ മേല. എല്ലാം ഇങ്ങനെ അങ്ങോട്ട് ഇതായിട്ട് നിൽക്കുന്നു. എല്ലാം ശരിയാവും എന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് ജയ ചേച്ചിയാണ് ഭയങ്കര പ്രചോദനമാണ് കേട്ടോ. ജയ ചേച്ചി തേങ്ങ തിന്ന ഇവിടുത്തെ കരിക്കിൻ്റെ പ്രാന്താണ് ഇവിടുത്തെ വാസന. കരിക്കെന്ന് പറഞ്ഞാൽ എവിടെ കുടുംബത്തിൽ തെങ്ങ് നിൽപ്പുണ്ട്. അതേപ്പോൾ എപ്പോഴും കരിക്ക് പറിച്ചുകൊണ്ട് വരിക, അത് വെട്ടുക, കുടിക്കുക, കഴിക്കുക, ഞാൻ കൂടെ തരിക. അതാണ് പരിപാടി. കരിക്ക് ഇപ്പോൾ എടുത്ത് തന്നേച്ച് ഇപ്പം അങ്ങോട്ട് പുറത്തോട്ട് പോയതേ ഉള്ളൂ. അപ്പോൾ അത് തിന്നാണ്. അത് ചവച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പം പിന്നെ ഓർത്ത് ആ കൂടെ അങ്ങ് വീഡിയോയും കൂടെ അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പം ഇനി എല്ലാ പരിപാടി തുടങ്ങുകയാണ്. അപ്പം മറക്കണ്ട കേട്ടോ, നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക കേട്ടോ. അഭിപ്രായമൊക്കെ പറയുന്നത് സന്തോഷിൻ്റെ അഭിപ്രായം വേണ്ട കേട്ടോ. ആ അഭിപ്രായം വേണ്ട, അത് മോൻ വീട്ടിൽ വെച്ചാൽ മതി കേട്ടോ. അമ്മയ്ക്കും പെങ്ങൾക്കും കൊടുത്താൽ മതി ആ അഭിപ്രായം, ഞങ്ങൾക്ക് വേണ്ട. ബാക്കിയുള്ളവരൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. എൻ്റെ മനുഷ്യരാണ് ഞാൻ ഓർക്കുന്നത്. ഈ നല്ല മനുഷ്യർ കൊണ്ട് കേട്ടോ, ഇല്ലെന്നല്ല ഇവിടെ നല്ല ആണുങ്ങളുണ്ട്. കാര്യം തന്തയ്ക്കും തള്ളയ്ക്കും നല്ല ചൊവ്വൈകുന്നേരം തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായ ആണുങ്ങളുണ്ട്. ഈ അങ്ങനെ അല്ലാത്തതൊക്കെ ഉണ്ട്. അവരുടെ വീട്ടിൽ ചിലപ്പോൾ കണ്ടു ശീലിക്കുന്നതായിരിക്കും അവർ മറ്റുള്ളവരോട് പറയുന്നത്. അതായിരിക്കും പുള്ളി ചിലപ്പോൾ സ്വന്തം അമ്മയോട് പറയുന്ന കാര്യം, പെങ്ങളോട് പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും മറ്റു പെണ്ണുങ്ങളോടും ഒക്കെ ആവശ്യപ്പെടുന്നത്. അത് മോൻ അമ്മയുടെ പെങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ മതി. അവർ തരുമ്പോഴല്ലേ മോൻ ഇച്ചിരിയോടെ സൗകര്യം കൂടുതൽ. ഇതൊക്കെ ആകുമ്പോൾ ഞങ്ങളൊക്കെ ഒത്തിരി ദൂരെയല്ലേ, ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് മോൻ വീട്ടിൽ തന്നെ ചോദിക്കുന്നതായിരിക്കും സൗകര്യം കേട്ടോ. എന്നാ നാറിയാടോ താനൊക്കെ. ഞാൻ ഇനിയൊന്നും പറയുന്നില്ല. ഞാൻ ബാക്കി വീഡിയോ എടുക്കട്ടെ. നിനക്ക് കമൻറ്റ് വെച്ച് നമ്മളുള്ള മൂടും കൂടെ പോത്തേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ പറയുള്ളൂ, ഈ ചെവി കൂടെ കളയത്തേ ഉള്ളൂ. കാര്യം നിന്നെപ്പോലുള്ള ഞരമ്പ് രോഗങ്ങളൊക്കെ നമുക്ക് അറിയാം, എവിടം വരെ പോകുന്നുള്ള അറിയാം. അതുകൊണ്ട് നിന്നെ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ മോനൊന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് വിചാരിക്കേണ്ട, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം അമ്മയും മോൻ്റെ തന്തയും തള്ളയും ഒന്ന് തിരക്കിന്ന് പറഞ്ഞേര് കേട്ടോ. അച്ഛനെയും അമ്മയും പിന്നെ പെങ്ങളെ. കാര്യം പുള്ളിക്കാരിയുടെ ഇന്നായിരിക്കുമല്ലോ മോനിങ്ങനെ അനുഭവം ആദ്യം ഉണ്ടായത്. അതുകൊണ്ടായിരിക്കുമല്ലോ മറ്റു പെണ്ണുങ്ങളെ കാണുമ്പോഴും അങ്ങനെയൊക്കെ തോന്നുന്നത്. ഞാൻ ബാക്കി കാര്യങ്ങൾ ആർക്കും തോന്നണ്ട. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരെയല്ല ഇനി പറഞ്ഞേക്കുന്നത്. ഇത് പറഞ്ഞ ആൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയ്ക്ക് കൊള്ളുകയില്ലാത്തൊരു വാക്കാണ് പുള്ളി കമൻ്റായിട്ട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത്രയും ഇതായിട്ട് എനിക്കങ്ങ് ദേഷ്യം വന്നത്. ഒരു കൊച്ചു പെങ്കൊച്ചിനെ പോലും വെറുതെ വിടാൻ തയ്യാറല്ലാത്ത വർത്താനാണ് അവൻ പറഞ്ഞത്. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് എൻ്റെ മോള് കാണും, മോൻ കാണും, ഹസ്ബൻഡ് കാണും, ചിലപ്പോൾ എൻ്റെ അനിയത്തി കാണും, നാത്തും കാണും, എല്ലാവരും കാണും. അവരെയൊക്കെ എന്നതിന് വേണ്ടത് വർത്തമാനങ്ങൾ പറയുന്നതിനാ. അവരൊക്കെ നിങ്ങൾക്ക് മുൻപരിചയം കേട്ടോ? ഇല്ലല്ലോ. ഇത്രയും മോശം. അപ്പം ഇവൻ്റെയൊക്കെ മുന്നിലോട്ട് ഒരു കൊച്ച് ജനിച്ച് വീണാൽ അതിനൊക്കെ ഇതൊക്കെ വെച്ചേക്കോ? ഇവനൊക്കെ ഒരു കുഞ്ഞുണ്ടായി വെച്ചേക്കോ? പെങ്കൊച്ചുണ്ടായാൽ ഇത്രയും ഭ്രാന്തൊക്കെ കേട്ടോ. ഞാൻ പോട്ടെ, വയലിൻ്റെ ആകുമ്പോൾ പോട്ടെ. എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നത്, ഭയങ്കരമായിട്ട് അങ്ങ് പ്രതികരിച്ച് പോകും. ഒരുപ്പെട്ട കാര്യമൊക്കെ പോട്ടെ നിർത്തും. ചുമ്മാ ആവശ്യമില്ലാതെ ഈ ചൊറിയാൻ നടക്കുന്നത് കാണുമ്പോഴത്തേക്കുണ്ടല്ലോ. കുറേ പെണ്ണുങ്ങളുണ്ട്, കുറേ ആണുങ്ങളുണ്ട്. ആണുങ്ങളെ തന്നെ കുറ്റം പറയല്ല, പെണ്ണുങ്ങളെ തന്നെ കുറ്റം. ഇങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട്. ഇങ്ങനെ ആവശ്യമില്ലാതെ മനുഷ്യൻ നെഗറ്റീവ് അടിച്ച് മൂടോഫ് ആക്കാനായിട്ട്. ഞാൻ ഇനി ചീരയിലൊക്കെ അരിയട്ടെ. കൊച്ചു വരുന്നതിന് ഇത് പറയണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞത്. പയറ്
മെഴുക്കുവരട്ടി വെച്ചു. അത് ഇച്ചിരി കൂടെ ഒഴിയുന്നതാട്ടെ. പിന്നെ നമ്മുടെ ചീരയുടെ പരിപാടി മുഴുവൻ തീർന്നു കേട്ടോ. മുഴുവൻ ചീര എടുത്തു. ഇനി ചീരയെന്ന് പറയുന്ന സംഭവം ഇനി നടണം. ഇനി നട്ടാലേ ഉള്ളൂ ചീര. ഞാൻ പിന്നെ ഇന്ന് മുഴുവൻ നീ പറിച്ചേക്കാൻ പറഞ്ഞു. എന്നാന്ന് ചോദിച്ചാൽ അപ്പടി അങ്ങ് അഴുക്കാവുക. നീ അതിൻ്റെ എല്ലാം അങ്ങ് പുഴുക്കുത്ത് വീഴുകയും പിന്നെ കുറച്ച് പൂപ്പലും അങ്ങനെ എല്ലാം കൊണ്ടും അതങ്ങ് അപ്പടി അങ്ങ് പന്നലാകുമായിരുന്നു. അതുകൊണ്ടാണ് ഞാനതങ്ങ് മൊത്തം പറിച്ചേക്കാൻ പറഞ്ഞത്. പറിച്ചിട്ട് ശരിക്കും പറഞ്ഞ ഒരു 2 വീട്ടിലേക്ക് സുഖമായിട്ട് വെക്കാനുള്ള ചീര ഉണ്ടായിരുന്നു. ഇലയെല്ലാം നോക്കി എടുത്ത് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഒരു നേരത്തേക്കുള്ളതുണ്ട്. മീനിനുള്ളതും എല്ലാം മുളകെല്ലാം പുരട്ടി വെച്ചു. ഇപ്പം നമ്മുടെ ചീരയ്ക്ക് അരപ്പൊക്കെ ചേർത്തു. ഇതിലേക്കൊരു ശകലം ഉപ്പും കൂടെ ഒക്കെ ചേർത്ത് അരപ്പിലേക്കൊരു ശകലം വെള്ളവും കൂടെ ചേർത്ത് ഇനി കാലൊക്കെ ശരിയായിട്ട് വേണം എല്ലാം നട്ടൊക്കെ എടുക്കട്ടെ. അതുപോലെ നമുക്ക് ഇവിടെ ചീരയുടെ വിത്ത് ഇരിപ്പുണ്ട്. കുറച്ചും കൂടെ ഇച്ചിരി അമലയ്ക്കൂടെ കൊടുക്കണം. അമലയ്ക്കും കൂടെ കൊടുത്തേച്ച് കുറേ ദിവസമായി അവളോട് ഇന്ന് തരാം നാളെ തരാമെന്നും പറഞ്ഞിരിക്കുക. മറന്നു പോകുന്നു എന്നും. എന്നാൽ കഴിഞ്ഞ ദിവസം അമല ഇവിടെ വന്നപ്പോഴും ഞാൻ ഓർത്തില്ല. പച്ചച്ചീരയെന്നും പറയും, പിന്നെ വെള്ളച്ചീരയെന്നും പറയും ചിലർ. ഞാൻ പച്ചച്ചീര ഉണ്ടാവും കേട്ടോ. പച്ചച്ചീരയും ചുമലച്ചീരയും എല്ലാം കൂടി ഇട്ട് ഒന്നിച്ച് അരിഞ്ഞതാണ്. ചേച്ചി പറഞ്ഞിട്ട് എനിക്ക് ഈ ഇലക്കറി എനിക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇലകൾ തോരൻ വെക്കുന്നത് മത്തയില, പയറില, ചീരയില, പിന്നെ മൈസൂർ ചീര ഒന്നും ഇപ്പോൾ കാണാനേ ഇല്ല. ഞാൻ പറമ്പിലൊരു ശകലം നട്ട് വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ അത് കണ്ടില്ല. ഉണക്കൊക്കെ ആയപ്പോഴത്തേക്ക് ഇപ്രാവശ്യം ഭയങ്കര ഉണക്കാന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര ചൂടാണ്. വെയിൽ കൊണ്ട് എല്ലാം വാടുക. മഴയായി കഴിഞ്ഞാൽ പിന്നെ ചീര നട്ടാൽ കൊള്ളത്തുമില്ല. പെട്ടെന്ന് പുഴു പിടിച്ച് അഴുക്കായി പോവും. ചീര ഇവിടുന്ന് വേകട്ടെ. അപ്പോൾ കുറച്ച് നേരം വേറെ കുറേ ജോലിയിലേക്ക് പോകാൻ തന്നെ ചീര അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് വിളിച്ചത്. പഞ്ചായത്തിൽ നിന്ന് ഞങ്ങളുടെ മെമ്പറാണ് വിളിച്ചു പറഞ്ഞേ. ചേച്ചി വിളിച്ചു പറഞ്ഞു, നമ്മൾ ഈ ഇവിടെ പഞ്ചായത്തിൽ നിന്നുള്ളൊരിതുണ്ടല്ലോ, ഈ ഇടവിള കൃഷിയോ അങ്ങനെയൊക്കെ പറഞ്ഞൊരു സംഭവമൊക്കെ ഉണ്ട്. ചേന, ചേമ്പ്, കച്ചിര അങ്ങനെയുള്ളതുണ്ട്. പിന്നെ ഇഞ്ചി, മഞ്ഞൾ, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളിലൊക്കെ ഇങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ വരും. അത് കൊടുക്കും. നമ്മൾ ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് പൈസ മുടക്കൊന്നുമില്ല. നമുക്ക് പൈസ മുടക്കൊന്നുമില്ല. അപ്പം ഓരോന്നിനും ഓരോ ഫോം ആയിരിക്കണമെന്നേ ഉള്ളൂ. ഒരെണ്ണം തന്നെയാണ്, പക്ഷേ ഒരു ഫോമിൽ ഒരെണ്ണമേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അതിൻ്റെ ഇത് വന്നിട്ടുണ്ടായിരുന്നേ. അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴതിൻ്റെ എല്ലാം ഒന്ന് ശരിയാണ്. അപ്പോൾ ചേച്ചി വിളിച്ചു പറഞ്ഞു അത് മേടിക്കാനായിട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞു. ഞാൻ എങ്ങനെ പോകാൻ, എൻ്റെ കാലം വയ്യാതെ. മറ്റേക്ക് അച്ചു വന്നു കേട്ടോ. അച്ചുവിനെ പിന്നെ പെട്ടെന്ന് സ്കൂട്ടറും കൊടുത്ത് കരമടച്ച രസീതും റേഷൻ കാർഡിൻ്റെ കോപ്പിയൊക്കെയാണ് വേണ്ടത്. അതെല്ലാം കൊടുത്തു വിട്ട് അപ്പം ഇഞ്ചിയും മഞ്ഞളും ഒക്കെ കൊണ്ടുവന്നു. അപ്പം ഞാൻ ഓർത്ത് നേരത്തെയൊക്കെ എന്ന് പറയുമ്പോൾ ചേന എല്ലാം സെറ്റൊക്കെ ആയിട്ടായിരുന്നു പ്രാവശ്യം. പക്ഷേ ഇഞ്ചി മഞ്ഞളെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇടവിള കൃഷിന്ന് മാത്രം പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ ചേന ചേമ്പൊക്കെ ഇനി ഇപ്രാവശ്യം തൊട്ട് ഇനി ഇങ്ങനെയാണോന്ന് അറിയത്തില്ല. എന്നാലും രണ്ടും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം നല്ല രീതിക്ക് നടന്ന കാലെല്ലാം ഒന്ന് ശരിയായിട്ട് വേണമെന്നേ. ഞാൻ പറഞ്ഞ ജോലികൾ ഒരുപാടുണ്ട്, പക്ഷേ എൻ്റെ കാല് ഒരിതായിരിക്കുന്നതുകൊണ്ട് ഒന്നും അങ്ങോട്ട് സ്വാതന്ത്ര്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ നട്ടു വെക്കും, നടാതിരിക്കത്തില്ല. മഞ്ഞളും ഇഞ്ചിയൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വീട്ടിലേക്കുള്ളത് കിട്ടും. ഞാൻ ഈയിടയ്ക്ക് കടയിൽ നിന്ന് ഇഞ്ചി മേടിച്ചു. നല്ല വിലയാണ് ഇഞ്ചിക്ക്. അത് ഒരിച്ചിരി ഇഞ്ചിക്കറി വെക്കണമെന്നൊക്കെ ഓർത്തിരുന്നു. ഇതുവരെ വെപ്പുകളൊന്നുമില്ല, ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. നമ്മുടെ വീണ്ടും മുറ്റത്തുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് ഉപയോഗിക്കാനെങ്കിലും കിട്ടുമല്ലോ. മീനും വറക്കാനിട്ടെ. അപ്പം മെഴുകുവരട്ടി ചീരത്തോരന് മീൻ വറുത്തത് ഇനി തീയിലും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം.
ചീരയൊക്കെ അടുപ്പിലേക്ക് വെക്കേണ്ട താമസമുള്ളൂ കേട്ടോ. വെന്ത് കിട്ടാണ്ട് പെട്ടെന്ന് വേഗമൊന്നുമല്ല ചീരയൊക്കെ. എനിക്ക് ഇച്ചിരി ചക്കക്കുരുവൊക്കെ എനിക്ക് ഇട്ടിട്ട് വേണം നമ്മുടെ ജയചേച്ചി പറയുന്ന പോലെ ഇച്ചിരി ചീര അവിയൽ വെക്കാനായിട്ട്. എന്നും അത് കാണുമ്പം കൊതിയാകും കേട്ടോ. ഇവിടെ ഇവർക്കൊന്നും വലിയ ഇഷ്ടം കാണത്തില്ല, എന്നാലും എൻ്റെ അമ്മയുടെ ചേച്ചി വെക്കുമായിരുന്നു ചീര അവിയൽ. മേമയല്ല കേട്ടോ, മേമയുടെ മൂത്ത ഒരാളുണ്ട്, കുഞ്ഞിമിച്ചി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. കുഞ്ഞിമിച്ചിയുടെ ഒക്കെ വീട്ടിൽ ഇങ്ങനെ പച്ചച്ചീരയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തണ്ടുമൊക്കെ ഇട്ട് അവിയൽ വെക്കും. പിന്നെ അതുപോലെ സാമ്പാറിനകത്തും ഒക്കെ അതിൻ്റെ തണ്ടൊക്കെ ഇട്ട് നല്ല ടേസ്റ്റായിരുന്നു അതൊക്കെ. അപ്പം നമ്മുടെ ചീരയില സെറ്റായി. ഇനി ആ മീനും കൂടെ വറുത്ത് കഴിഞ്ഞാൽ ചോറുണ്ണാനെല്ലാം റെഡിയായി. ഇതിനൊക്കെ നേരത്തെ എല്ലാം റെഡി ആയിരുന്നേന്ന് ഞാൻ പറഞ്ഞില്ല, കമൻറ്റ് വന്ന് ഞാൻ ആകെപ്പാടെ ഒരു മൂഡ് ഓഫ് ആയിപ്പോയി. കുറേ നേരം അതിലങ്ങ് ഇരുന്നു. പണ്ട് ആരാണ്ട് പറഞ്ഞതിന് എന്നാ അണലി കഴിയാലും എന്നാ അതായത് കത്താഴം മുടക്കുമെന്ന് പറയില്ല, ഏതൊരു സംഭവം കടിച്ചാൽ ഒരു പാമ്പിൻ്റെ പേര് പറയുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഒരു ചെറിയ കമൻറ്റ് നമുക്ക് കുറച്ച് നേരമാണെങ്കിലും നമ്മളിന്ന് മൂഡ് ഓഫ് ആക്കാൻ അവരെ കൊണ്ട് പറ്റും. അതുകൊണ്ട് അവർക്ക് എന്നാ സുഖം കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്നാ സുഖം കിട്ടിയാലും എല്ലാത്തിനും മുകളിൽ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാളാണ്. ദൈവം തമ്പുരാനായിരിക്കും മറുപടി കൊടുക്കുന്നതിനൊക്കെ. പച്ചയും ചുവപ്പൊക്കെ ആയതുകൊണ്ട് ഈ കളറാണ് ചീരയ്ക്ക്. മീനുമൊക്കെ വറുത്തെടുക്കും. നല്ല മത്തിയായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം കിട്ടിയ അയല ഇച്ചിരി പഴുത്തതാണെന്ന് തോന്നിയായിരുന്നു കണ്ടു, പക്ഷെ വറുത്ത് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത്ര നല്ല നാടൻ അയലയായിരുന്നു, അതുകൊണ്ട് നല്ലൊരു അയലയുടെ രുചി ഉണ്ടായിരുന്നു. തീയലും കൂടി ഇനി എടുത്തൊന്ന് ചൂടാക്കിയാൽ മതി. ഇനി ഞങ്ങൾ ചോറൊക്കെ ഉണ്ണാനായിട്ട് തുടങ്ങുവാണ്. ഇത് നമ്മുടെ ചീര നിൽക്കുന്നതിന് വെളിപ്രദേശമായി കണ്ടോ. കുറേ കാട് മാത്രമുണ്ട്, ബാക്കി മുഴുവൻ പറിച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.